ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അന്ധകാരത്തിലായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾക്കറിയാം, കുട്ടികളായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇന്നലെ നോക്കാൻ പറ്റിയിട്ടില്ലല്ലോ, ടാങ്കിൽ എത്ര വെള്ളമുണ്ട് ഒന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രാവിലെ ഡാഡിയും ഡിവൈനും കൂടി മുകളിൽ കയറി നോക്കിയപ്പോഴാണ് വെള്ളം തീരെ ഇല്ല, കുറച്ചേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായത്. സംഭവം ഓട്ടോമാറ്റിക്കാണ്, എന്നാൽ പോലും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ശരിക്കും ഉച്ച ഒരു 5 മണിയോട് കൂടിയിട്ടായിരുന്നല്ലോ അങ്ങനെ ഉണ്ടായത്. അങ്ങനെ കിച്ചണൊക്കെ രാവിലെ ക്ലീനായിട്ട് കിടക്കുന്ന കിച്ചൺ രാവിലെ നോക്കിയപ്പോൾ ഇങ്ങനെ നിറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഭയങ്കര വിഷമമായി. കാരണം നമ്മളൊരിക്കലും ഞാനാണെന്ന് 2 ദിവസം മുമ്പ് പറയുകയും ചെയ്തു, ഓരോ പ്രാവശ്യവും ക്ലീൻ ചെയ്യുന്ന ഓരോ എന്താ പറയുക, ഓരോ സമയത്തും ഫുഡിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചൺ ക്ലീൻ ആക്കിയിട്ട് ഇടുക എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് പിടുത്തല്ലാണ്ട് ഇങ്ങനെ നിന്നു. ഇപ്പോൾ തോമു ഓൾറെഡി ക്ലാസ്സിൽ പോയി, പ്ലേ സ്കൂളിൽ വിട്ടു. നമ്മുടെ പാച്ചുവിനെയും കൊണ്ടിന്ന് പല്ലിൻ്റെ അവിടേക്ക് പോകണം, ഹാപ്പി ഹിപ്പോയിലേക്ക് പോകണം. പിന്നെ ചാക്കോച്ചനുള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ നിന്നപ്പോൾ രാവിലെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഡാഡി പോയിട്ട് വടയും ദോശയും വാങ്ങിയിട്ട് വന്നു കേട്ടോ. കാരണം ഒരു നിലയ്ക്കും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുള്ളത് നമ്മൾ മാത്രമുള്ളെങ്കിൽ കുഴപ്പമില്ല. പിന്നെ തൃശ്ശൂർ മൊത്തം അങ്ങനെയാണ്. ഇപ്പോൾ ഒന്ന് മാറി അക്കിയുടെ വീട്ടിലേക്ക് പോവാം, അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ട് നീങ്ങാം എന്നൊക്കെ വെച്ചാൽ പറ്റില്ല. അപ്പോൾ അക്കിയുടെ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ വെള്ളം കോരാനുള്ളൊരു സംഭവമുണ്ട്. നമ്മളുടെ വീട്ടിൽ അതുമില്ല, നെറ്റിട്ടിട്ട് മൂടിയേക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ വീട്ടിൽ അതിനുള്ള നിവൃത്തിയില്ല. അങ്ങനെ എന്താ പറയുക, ഒരു വിധത്തിൽ ഞങ്ങൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിച്ച് ഫുള്ള് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തു. ഡാഡിയും മോളും കൂടി ഡിവൈനും കൂടി മുകളിലേക്ക് പോയി. ഞാൻ താഴേക്ക് ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ ഫുൾ പൊയ്യേക്കാരെന്ന് പറഞ്ഞു, ചെടികളൊക്കെ വീണ് ഇങ്ങനെ എന്താ പറയുക വല്ലാണ്ടായി കിടക്കുക, മണ്ണൊക്കെ തെറിച്ച്. അപ്പോൾ ഞാൻ താഴേക്ക് വന്നു. ഡിമ്പിൾ കിച്ചണിലേക്കും കിടന്നു. കിച്ചണിൽ കിടന്നപ്പോൾ നോക്കിയപ്പോൾ ഒരു അര ടാങ്കില്ല വെള്ളം കുറച്ചുണ്ട് എന്ന് പറഞ്ഞു. അപ്പം പിന്നെ പാത്രം കഴുകി കഴിഞ്ഞിട്ട് ആവാം അടുത്ത പരിപാടി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നും കഴുകണതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്തോളുള്ള വെള്ളം വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ പിന്നീട് KCBയിൽ വിളിച്ചു ചോദിച്ചപ്പോഴും അവർ പറഞ്ഞു ഒന്നും പറയാൻ പറ്റില്ല, കാരണം 4 പോസ്റ്റ് ഒടിഞ്ഞിട്ടുണ്ട്, ഇനി അത് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വന്നാൽ നമുക്കത് പറയാൻ പറ്റുള്ളൂ, ഇന്നും കൂടിയും കറണ്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറേ ആലോചിച്ചു എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഞാൻ നമ്മളുടെ അയൺ ചെയ്ത സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഓരോ പരിപാടികൾ കഴിച്ചു വെച്ചു. ഇനിയിപ്പോൾ ഫുഡിൻ്റെ അവിടേക്ക് നിൽക്കേണ്ട, ഉച്ചയ്ക്കായാലും എന്തെങ്കിലും വാങ്ങിക്കാം അല്ലെങ്കിൽ പോയി കഴിക്കാം. വാങ്ങിച്ചാൽ കാര്യമില്ല, വാങ്ങിക്കൊണ്ട് വന്നിട്ട് പിന്നെ കൈ കഴുകാനും വെള്ളം അതൊക്കെ ആയാൽ ബുദ്ധിമുട്ടായി. കുട്ടികളെ കുളിപ്പിക്കണം, അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യണ്ടേ, 3 കുട്ടികളുള്ളതല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു പുറത്ത് പോയി കഴിക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഡോൺ വന്നിട്ട് പറഞ്ഞത് ഹബിലും കറണ്ടില്ല, അവിടുത്തെ ഇൻവെർട്ടറും ഡെഡായി, ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് പറഞ്ഞത്, ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കുട്ടികളെയും കൊണ്ടൊന്ന് മാറി നിൽക്കാം, ഒരു ദിവസം മാറി നിൽക്കാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു ട്രിപ്പ് പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ അത് വൈകിക്കേണ്ട, എന്നാൽ പിന്നെ അത് നമ്മൾ ഇന്ന് പോയി ഒരു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാം. അപ്പോഴേക്കും നമുക്ക് വിളിച്ച് ചോദിച്ചാൽ അറിയാലോ കറണ്ട് വന്നോ ഇല്ലയെന്നുള്ളത്. എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ എൻ്റെ ഫ്രീസറിൽ നിറച്ച് നോൺ വെജ് ഐറ്റംസ് ആയിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അതൊരു വശത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തത് വേറെ വശത്ത് അങ്ങനെയായിട്ട് നിന്ന് പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. ഒരു 2 മണിയോട് കൂടിയിട്ട് അപ്പോഴേക്കും ഹാപ്പി ഹിപ്പോന്ന് പാച്ചുവിനെയും കൊണ്ടുവന്നു. അവിടെയും കറണ്ടില്ല. അപ്പോൾ അവരും പറഞ്ഞു ഒരാഴ്ചത്തെ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് അടുത്ത ആഴ്ച നമുക്ക് എന്താ വേണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ തൃശ്ശൂർക്കാർക്കാണെങ്കിൽ അറിയാം, ഒരുവിധം എല്ലായിടത്തും കറണ്ട് പോയി കിടക്കായിരുന്നു. പക്ഷെ പുറമേയുള്ളവർ വിചാരിക്കും ഇതെന്താ നിങ്ങൾ ഈ പറയണേന്ന്, അത്രയായിരുന്നു. അപ്പോൾ ഒന്നും കറണ്ടില്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ചൂടിൻ്റെ സമയം. അത് കൂടാണ്ട് ഈ പറഞ്ഞ പോലെ കുഞ്ഞു മക്കളായിട്ടുള്ള കാര്യം, പിന്നെ വെള്ളം കോരാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു നിലയ്ക്കും പറ്റാത്ത പോലെയായി. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതേ നിവൃത്തിയുള്ളൂ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കുരിശ് വരയ്ക്കുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, കർത്താവേ ഇന്ന് സ്റ്റാർട്ടിങ് പറ്റി എൻഡിങ് പറ്റില്ലല്ലോ വെച്ചിട്ട് ഞാൻ ഇന്ന് അവസാനം എടുക്കാനുള്ള സംഭവം പോലും ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ഏറ്റവും അടുത്തൊരു സ്ഥലത്തേക്ക് വേണ്ടേ പോകാനായിട്ട്. അപ്പോൾ തൃശ്ശൂർ 2-3 സ്ഥലത്തേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ മുടക്കുക. അപ്പോൾ അത് ഞങ്ങളുടെ തൊട്ടടുത്ത് എല്ലാ കടകളും ഞങ്ങൾ എന്താ പറയുക കുറേ സ്ഥാപനങ്ങളൊക്കെ മുടക്കാണ്. കാരണം കറണ്ടില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അങ്ങനെ ദേ കണ്ടു ഈ വർഷാപ്പൊക്കെ വീണതാണ്. ശരിക്കും വഴിയിൽ മുഴുവൻ മരങ്ങളാണ്, ഫുൾ മരങ്ങൾ വീണ് കിടക്കുക, പിന്നെ മുറിച്ചിടുക. പിന്നെ ആ വർഷാപ്പിൻ്റെ കാര്യമാണ് ഭയങ്കര സങ്കടമായി കണ്ടിട്ട്. നമ്മളുടെ അവിടെ അതേട്ടാ മറ്റേ ഷീറ്റ് വീണിട്ട് 2-3 വണ്ടികൾക്ക് പ്രശ്നം പറ്റി. അതുപോലെ ഓരോ സ്ഥലത്തും ഭയങ്കര നാശനഷ്ടം. തൃശ്ശൂർ മൊത്തം ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു കേട്ടോ. വീടുകളുടെ മുകളിൽ വീണിട്ടും കടകളുടെ മുകളിൽ വീണിട്ടും ഒക്കെ ഭയങ്കര എന്താ പറയുക നനച്ചിരിക്കാണ്ട് വരിക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വിചാരിക്കാണ്ട് വന്നിട്ടുള്ള ഒരു അപകടമായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ പോവാണ്. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ എങ്ങനെയും ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടോ ഈ ഇരിപ്പ് കണ്ടോ. യാത്ര പോവുകയാണെങ്കിൽ ഇങ്ങനെയാണ്, മൂപ്പര് സ്റ്റഡി ആയിട്ട് അവിടെ ഇരിക്കും, അനങ്ങില്ല. ഞങ്ങളുടെ എൻ്റെ അപ്പാപ്പൻ്റെയും ഇടയിൽ ഇങ്ങനെ ടൈറ്റായിട്ട് അവിടെ ഇരിക്കും കേട്ടോ. ആര് വിളിച്ചാലും അവ അനങ്ങില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഇരിപ്പിൽ സുഖമായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ ഞങ്ങളിതാ എന്താ പറയുക ഒരു ട്രിപ്പാക്കി എടുത്തു ഞങ്ങളത്. കാരണം നമ്മളാണ് തീരുമാനിക്കുക നമ്മൾ സന്തോഷിക്കണോ നമ്മൾ സങ്കടപ്പെട്ടിരിക്കണോ എന്നുള്ളത്. അപ്പോൾ കുട്ടികളെ കൊണ്ട് ഇരിക്കുക എന്നുള്ളത് റിസ്ക്. പിന്നത്തെ ഒരു ഇതുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ നേരെ അക്കയുടെ വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു. അപ്പോൾ അതും നിവൃത്തിയില്ല. പിന്നെ കെട്ടുകടയൊക്കെ എടുത്തിട്ട് എവിടേക്കെങ്കിലും യാത്ര പോകാമെന്ന് പറഞ്ഞാൽ ഈ 3 കുട്ടികളെയും കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു വീടുകളിലേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വിഷമം പിടിച്ച കാര്യമാണ്. കാരണം അവർക്കറിയില്ല ഗൗരവം. അവരിങ്ങനെ ഓടി നടന്ന് ഓരോന്ന് വലിച്ചിട്ട് ഒക്കെ നിൽക്കും. അപ്പോൾ നമ്മൾ പോകുന്ന വീട്ടുകാർക്കും കൂടി അതൊരു ശല്യമാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ടാലും പറയാം, ഞങ്ങൾ പെങ്ങന്മാരുടെ വീട്ടിലേക്കൊക്കെ പോയപ്പോൾ കുട്ടികളില്ലാത്തൊരു ദിവസം നോക്കിയിട്ടാണ് പോയത്. കാരണം നമ്മൾ കാരണം ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് തോന്നരുത്. കാരണം കുട്ടികളാണ്, അവർക്ക് ഒന്നും അറിയില്ല. അവരത് വലിച്ചിട്ട് ഇത് വലിച്ചിട്ട് അവരൊന്ന് ഓടി ഒരു ബഹളം വെച്ചിട്ടൊക്കെ വരുമ്പോൾ ആകെ ഒരു എന്താ പറയുക അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ നോക്കിയപ്പോൾ അതിരപ്പള്ളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതിരപ്പള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് തന്നെയാണ്, അധികം ദൂരമില്ല, എന്നാൽ കറണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതിരപ്പള്ളിയിലേക്ക് ഇറങ്ങി. എല്ലാതും ഓരോ ജോഡി ഡ്രസ്സ് എടുത്ത് പെട്ടിയിൽ വെച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് അതിരപ്പള്ളി. അപ്പോൾ അവിടുന്ന് വരുമ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ വഴിയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങി. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നോൺ വെജ് കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല. നോയമ്പിലൊക്കെയുള്ള യാത്രകളിലൊക്കെ ആകുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം നമ്മൾ എവിടെ ചെല്ലുമ്പോഴും ചിലപ്പോൾ പച്ചക്കറിയൊന്നും കിട്ടിയെന്ന് വരില്ല, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട്. ഇതിപ്പോൾ നോയമ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു സമയമായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ഞങ്ങളതൊരു ട്രിപ്പായിട്ട് അങ്ങ് എടുത്തു. ഡ്രീം വേൾഡ് കഴിഞ്ഞു, സിൽവർ സ്റ്റോം കഴിഞ്ഞു. പിന്നെ ആദ്യം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചൂടെടുത്തിട്ട് ഇപ്പം ചാക്കോച്ചൻ ഒരേ കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് തോമു സ്കൂളിൽ നിന്ന് വന്നപ്പോഴും പാച്ചു ഹാപ്പി ഹിപ്പോ എന്ന് കൊണ്ടുവന്നപ്പോഴും അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് നമ്മളുടെ ഇവിടെ മാത്രമല്ല എല്ലായിടത്തും പ്രശ്നങ്ങളാണെന്നുള്ളത്. കാരണം ഒരൊറ്റാളും തൃശ്ശൂർ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് ഇങ്ങനെ കേട്ടോ കംപ്ലീറ്റ് ഇതായിട്ട്. അപ്പോൾ ഹോസ്റ്റേഴ്സിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് അതിരപ്പള്ളിയിൽ. അങ്ങനെ നമ്മൾ അവിടെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഇവിടെ റൂമുണ്ട് നിങ്ങൾ പോരേന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ചാലക്കുടിയിലും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് പോരാന്ന് വിചാരിച്ചിട്ട് നേരെ ഇങ്ങോട്ടാണ് കേട്ടോ വന്നത്. വിളിച്ച് ചോദിച്ചപ്പോൾ തന്നെ അവർ റൂംസൊക്കെ അവൈലബിളാണ്, എന്താ നിങ്ങൾ പോരേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതേ വന്ന് കയറി. ഇതും നമ്മുടെ സഖാക്കൾ കണ്ടു, നല്ല 2 വണ്ടികൾ അവിടെ ഇരിക്കുന്നു. അപ്പോൾ പാച്ചു ഉറങ്ങായിരുന്നു കേട്ടോ. ഇവിടെ എത്തിയതും അവൻ ചാടി എണീറ്റു. പാച്ചുവിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ പല്ലിൻ്റെ ഒരു ചെറിയൊരു ഇറിറ്റേഷനും കാര്യങ്ങളും ഉള്ള കാരണം മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അവന് ആ ഉറക്കം വല്ലാണ്ടുണ്ട്. പിന്നെ അവന് ഉച്ചയ്ക്ക് ഉറക്കം ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ കുറേ അധികം നേരം കിടക്കും. ചാക്കോച്ചൻ ഞങ്ങളുടെ ഇടയിലിരുന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ മൂപ്പര എണീറ്റതാട്ടോ. അപ്പോൾ ഇതാണ് ആ പ്രോപ്പർട്ടി കേട്ടോ. കൊള്ളാം, എന്താ പറയുക വളരെ ശാന്തതയുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പിള്ളേർസിനെയും കൊണ്ട് വരുമ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ള സ്ഥലമാണ് സാധാരണ സെലക്ട് ചെയ്യാറ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അക്കിയുടെ വീട്ടിലാണ് ചാക്കോച്ചനെ ആക്കാറ്. ഇപ്പോൾ അവിടെയും വെള്ളമില്ല, അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾ അവനെയും കൂടി കൂട്ടിയിട്ടാണ് പോകുന്നേട്ടാ. പിന്നെ നമ്മൾ വേറെ എവിടേക്കല്ലല്ലോ പോണേ, വെറുതെ ഒരു മാറ്റം അത്രയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതേ വന്നു. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള എന്താ പറയുക സൈറ്റ് കേട്ടോ. നല്ല എന്താ പറയുക നീറ്റ് ആൻഡ് ക്ലീനാണ്. അപ്പോൾ ചാക്കോച്ചനെ സംബന്ധിച്ച് അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ
അങ്ങനെ വേളാങ്കണ്ണിക്ക് വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊന്നും അധിക ഭാഗം ഞങ്ങൾ അവനെ കൊണ്ടുപോകാറില്ല. അപ്പോൾ അവന് ഇതൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുമ്പ് ഈ പറഞ്ഞ പോലെ എവിടേക്കോ കൊണ്ടുപോയി. മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാത്ത കാരണം ഞങ്ങൾ പതുക്കെ പതുക്കെ ഇവനെ കൊണ്ടുവരാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനി അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഇവിടെ വന്നു. ഇവിടെ വന്ന് ഇവിടുത്തെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതായത് നല്ല ഞാൻ കാണിച്ചു തരാം. അതാണ് ഏറ്റവും ഭംഗി. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ശരിക്കും എത്തുമ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 4:30 5 ആയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഇതാ ഇങ്ങനെയാണ് അന്തരീക്ഷം. ഭയങ്കര ഭംഗിയിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഇവിടുന്ന് നേരെ താഴേക്ക് സ്റ്റെപ്പാണ്. അവിടെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ എന്താ പറയുക കുട്ടികളെയും കൊണ്ട് സ്പെൻഡ് ചെയ്തു. അപ്പോൾ അത് അവിടെ വെള്ളത്തിലിറങ്ങാനുള്ള സെറ്റപ്പും കൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ കുട്ടികളത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അവരവരുടെ സംഭവങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെയുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നോക്കിയില്ല. ജസ്റ്റ് വരിക, ഇന്ന് രാത്രി ഒന്ന് സ്പെൻഡ് ചെയ്യുക, പിറ്റേ ദിവസം ഉച്ചയോടുകൂടി അപ്പോഴേക്കും കറണ്ട് വരും എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി വന്ന് പോയി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ എത്തുമ്പോഴേക്കും കറണ്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം വന്നു, പിന്നെ ഒന്ന് പോയി എന്ന് പറഞ്ഞു. ടെസ്റ്റ് അടിച്ചതായിരിക്കണം. പിന്നെ വിളിച്ചു ചോദിച്ചിട്ടില്ല കേട്ടോ. ഒരിക്കൽ വിളിച്ചു ചോദിച്ചപ്പോൾ വന്നു എന്നും പിന്നീട് വിളിച്ചു ചോദിച്ചപ്പോൾ പോയി എന്നും പറഞ്ഞു. പിന്നെ എനിക്ക് അക്കിയുടെ വീട്ടിൽ വന്നു. അക്കിയുടെ വീട്ടിൽ വൈകുന്നേരം ആയപ്പോഴേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ഭാഗം ക്ലിയർ ചെയ്ത് വരികയാണ്. അങ്ങനെ ഞങ്ങൾ വെറുതെ അങ്ങനെ ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഡിമ്പിളിന് കുളിക്കാനുള്ള അവസരം പോലും പറ്റിയില്ല. ഞങ്ങളെല്ലാവരും ഉള്ള വെള്ളം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുളിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. ഡിമ്പിള് പല്ലിൻ്റെ അവിടേക്ക് പോയ കാരണം ഡിമ്പിളിനും വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പാച്ചുവിനെ കൊണ്ടുവന്നിട്ട് കുളിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ആ എന്താ പറയുക ഈ പ്രോപ്പർട്ടിയുടെ ഓരോ ഭാഗങ്ങൾ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു അന്തരീക്ഷം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒന്ന് മാറി നിൽക്കണം, ഒരു ദിവസം ഒന്ന് മാറി നിൽക്കണം അതൊക്കെ തോന്നിക്കഴിഞ്ഞാൽ മനസ്സിന് നല്ല കുളിർമയുള്ള ഒരു സ്ഥലം. നമ്മളിതൊട്ടും പ്രതീക്ഷിക്കാണ്ട് നമ്മൾ പറയില്ലേ, നമ്മൾ ഇന്നിപ്പോൾ തീരുമാനിക്കും നമ്മൾ നാളെ അത് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യുന്നൊക്കെ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നാളെ എന്ത് വെക്കണം എന്ന് വരെ പറഞ്ഞ് കണക്കൂട്ടിയിട്ട് നിൽക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് പെട്ടെന്ന് ഉച്ച തിരിഞ്ഞ് പടപടേന്ന് പറഞ്ഞിട്ട് കാലാവസ്ഥ മൊത്തം മാറിയതും ഈ അരമണിക്കൂർ കൊണ്ട് ഈ ചുഴലിക്കാറ്റുണ്ടായതും ഈ നാശനഷ്ടങ്ങൾ മൊത്തം തൃശ്ശൂർ ഉണ്ടായതൊക്കെ. അപ്പോൾ നമ്മൾ അറിയില്ല ഏത് നേരത്താണ് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇത് ചെയ്യും അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷേ ഇപ്പോൾ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എന്താ പറയുക ഒരാളെയും സങ്കടപ്പെടുത്താണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒന്നും പ്ലാൻ ചെയ്യാണ്ട് നാളേക്ക് എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഒന്നും കഴിക്കാണ്ട് നാളേക്ക് എന്ന് പറഞ്ഞിട്ട് എടുത്ത് വയ്ക്കുക ഒന്നുമില്ല. നമ്മൾ ഇപ്പം എന്താണോ അതാണ് നമ്മളുടെ ഏറ്റവും സന്തോഷമുള്ള നിമിഷം എന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾക്ക് വന്ന് ചേർന്നിട്ടുള്ളത്. പണ്ട് അങ്ങനെയല്ല. പണ്ട് ഞാനെപ്പോഴും വിചാരിക്കും അതുപോലെ ഇപ്പോൾ കാശ്മീരുള്ള വെടിവെപ്പും കാര്യങ്ങളും കാണുമ്പോൾ ഭയങ്കര സങ്കടം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഇന്ന് ഞങ്ങൾക്ക് ആർക്കും ഫോൺ വരെ ഞങ്ങളൊക്കെ വൈഫൈ ഒക്കെ ഓഫ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു 2 ദിവസം കേട്ടോ. അതായത് 2 ദിവസം എന്ന് പറഞ്ഞാൽ നേരത്തോട് നേരം തലേ ദിവസം 5 മണിക്ക് ഒക്കെ ഇതുണ്ടായത് ഇന്നലെ വരെ ഞങ്ങൾ പോരുന്നത് വരെ അതുകൊണ്ടൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷെ പുറത്തിറങ്ങി ഞങ്ങൾ ഇവിടെയൊക്കെ വന്ന് വൈഫൈ ഒക്കെ കണക്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അപ്പുറത്തെ പ്രോപ്പർട്ടിയിലുള്ളത് കേട്ടോ. ഫുൾ മാങ്ങ കേട്ടോ, കുഞ്ഞു മാങ്ങയാണ്. കണ്ടു, നിറച്ച് കണ്ടു. ഇത് ഞങ്ങൾ വിചാരിച്ചു ഈ പൊക്ലിൻ വന്നിട്ട് ഇങ്ങനെ ഒച്ച കേട്ടപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ മാങ്ങയാണ് ഈ നിൽക്കുന്നത്. ഒരു ഭാഗം മൊത്തം ഈ പൊക്ലിൻ വെച്ചിട്ടാണ് പൊട്ടിച്ചത്. കണ്ടു എന്ത് ഭംഗി. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം ഞാൻ ചോദിക്കുകയും ചെയ്തത് കണ്ണിമാങ്ങ തന്നെയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ താഴെ. അപ്പം ഞാനിവിടെ കല്ലുമ്പിരുന്നു. ഇതാവുമ്പോൾ സ്വിമ്മിംഗ് പൂളല്ല, എന്നാൽ ഒഴുക്കുള്ള ഒട്ടും താഴെയില്ല കേട്ടോ, താഴ്ചയില്ലാത്ത വെറുതെ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു അരുവി. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് കുളിക്കാനൊന്നും പറ്റില്ല. പക്ഷേ എന്താ പറയുക വെള്ളത്തിൽ ഒന്ന് കുറച്ച് നേരം ഇരിക്കാൻ കളിക്കാൻ ഒക്കെ പറ്റിയതാണ്. ഇങ്ങനെ താഴ്ചയേ ഇല്ല, വെറുതെ ഇങ്ങനെ പാറയുടെ മുകളിൽ കൂടെ ഒഴുകി പോകുന്ന വെള്ളം അത്രയേ ഉള്ളൂ. എന്നാലും നമുക്ക് വഴുക്കലുണ്ടോ എന്നൊരു സംശയമായിരുന്നു. ഒരു വഴുക്കലുമില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ ശരിക്കും എന്താ പറയുക തീമിർത്താടി. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇറക്കാണ്ടൊക്കെ നിന്നുട്ടാ. പക്ഷെ അവന്
അവൻ്റെ ഒരു ആഗ്രഹം കണ്ടപ്പോൾ ഞങ്ങൾ പതുക്കെ ഇറക്കി. പാച്ചു കുറച്ച് നേരം ഇറങ്ങിയിട്ട് അവൻ കയറി കേട്ടോ. അവൻ കയറി അവനെ അപ്പാപ്പനും മോനും കൂടിയിട്ട് പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നിന്നു. കുറച്ച് നേരം റൂമിലൊക്കെ പോയിട്ട് ഇരുന്നു. റൂം തൊട്ടടുത്ത് തന്നെയാണ്. ചാക്കോച്ചൻ കയറാൻ കൂട്ടാക്കണേ ഉണ്ടായിരുന്നില്ല. അവൻ ആകെ കിടന്ന് ബഹളമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അക്കീനെ കാണാൻ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യുക അല്ലെങ്കിൽ വല്ലതും ഉണ്ടെങ്കിൽ അപ്പം അവൻ അക്കീനെ കാണണം. അങ്ങനെയാണ്, അക്കീനെ കാണിക്കണം. അതവനങ്ങനെ ഇപ്പോൾ ഒരു ശീലമായി. അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ അവൻ അക്കി എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ അക്കിക്ക് വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ അക്കിക്ക് കണ്ടപ്പോൾ അക്കിക്കും ഭയങ്കര സന്തോഷമായി. കാരണം അവനെ ഞങ്ങളെപ്പോഴും മാറ്റി നിർത്താറാണ് പതിവ്. ഒന്നിലേക്കും പെടുത്താറില്ല. അവന് വയ്യാണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അക്കിക്കും കണ്ടപ്പോൾ ഒരു സന്തോഷമായി. അപ്പം ഞാൻ പറയായിരുന്നു, ഒന്നും വരുത്തല്ലേ കർത്താവേ, കാരണം അവനങ്ങനെ അധികം വെള്ളത്തിൽ കളിക്കാത്തതാണ്. അപ്പോൾ തല എപ്പോഴും തുടയ്ക്കണ്ടെങ്കിലും കുട്ടികളല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വരാനുള്ളത് വരും, അങ്ങനെ വിചാരിക്കുക. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ പാച്ചുവിനെ അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ഒരു വയസ്സ് വരെ പുറം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം കൊണ്ടുപോയിരുന്നു. പിന്നെ പതുക്കെ കൊണ്ടുപോയി ഇപ്പം അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, നിങ്ങളങ്ങനെ കുട്ടികളെ മറച്ച് വെക്കല്ലേ, കുട്ടികൾക്കത് ഭയങ്കര വിഷമമാണ്. കുറേശ്ശെയായിട്ട് അവരെ പുറം ലോകം കാണിക്കണം, അവരെ പ്രകൃതിയോട് ചേർന്ന് പോകണമെന്ന് പറഞ്ഞത് വളരെ സത്യം എന്നുള്ളത് നമ്മുടെ പാച്ചുവിനെ കണ്ടാൽ നമുക്കറിയാം. കാരണം അവൻ അത്രയും പ്രീമച്യൂർ ബേബിയായിരുന്നു. അപ്പോൾ അത്രയും അങ്ങനെയുള്ളൊരു മോൻ ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഇത്രയും വേഗം ഇങ്ങനെ നമ്മുടെ മക്കൾ അവരുടെ തോമുവിൻ്റെ പോലെ ആയിത്തീരുന്നു. പക്ഷെ അവനൊരു കുഴപ്പമില്ല. ഇപ്പം അവൻ നമ്മളിപ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 വയസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങനെ ഒരു കാര്യമേ ചിന്തിച്ചിട്ടില്ല. ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ പോണോടത്തൊക്കെ കുറേ പേര് കുറ്റപ്പെടുത്തി, എന്തിനാണ് നിങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോകണേ, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവർ തന്നെ ഇപ്പം എൻ്റെ മോനെ കാണുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, അയ്യോ ഇല്ലല്ലോ അവനെ ഒന്നുമില്ലല്ലോ എന്നുള്ളത് ചിന്തിക്കാൻ അത്രയേ അവർ മാറ്റമുണ്ടായി. പിന്നെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ വല്ലപ്പോഴും കുട്ടികൾക്ക് വരുന്നതായ എല്ലാ അസുഖങ്ങളും എല്ലാവർക്കും വരും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അവന് ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഇതുവരെ പിന്നെ ഉണ്ടായിട്ടില്ല. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അനുഗ്രഹമാണ്. കാരണം ഓരോരുത്തരും പാച്ചുട്ടൻ്റെ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോഴും പറയുമ്പോഴും നമുക്കത് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ മാത്രമല്ല, കുറേ പേരുടെ പ്രാർത്ഥന എൻ്റെ മക്കളുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. എൻ്റെ മക്കളുടെ കൂടെയല്ല, ഞങ്ങളുടെ ഫാമിലിയുടെ സന്തോഷം കാണാതിരിക്കുന്നവർ കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവരോടൊക്കെയാണ് എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത്. ഞങ്ങളുടെ ഓരോ സന്തോഷം വരുമ്പോഴും ഞാൻ പറയും, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അനുഗ്രഹമാണ് ഞങ്ങളുടെ ഫാമിലിയുടെ ഈ കാണുന്ന സന്തോഷം. അങ്ങനെ കണ്ടില്ലേ, ഇവിടെ ചാക്കോച്ചൻ തിമിർത്താടുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അപ്പുറത്ത് ഒരു മാങ്ങ കണ്ടത്. അപ്പോൾ നല്ല മൂത്തിരിക്കണ മാങ്ങ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഡിവൈനോട് പറഞ്ഞു, അവിടെ ആ ചടിയിൽ നിറച്ച് പാറയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡിവൈനെ നല്ല മാങ്ങ, ഇത് പച്ചക്ക് ഇപ്പം ഈ നനഞ്ഞിരിക്കുമ്പോൾ തിന്നാനായിട്ട് നല്ല ടേസ്റ്റ് ആവുന്നു. ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കാര്യം വേണമെന്ന് വിചാരിച്ചാൽ അത് നടത്തിയിട്ടേ ഇരിക്കുള്ളൂ. മൂപ്പര് ആദ്യം ചാടി ഒരെണ്ണം പറിച്ചു, പിന്നത്തെ പറിക്കാനായിട്ട് ഡോണിനൊക്കെ എടുത്ത് പൊക്കി നോക്കിയെങ്കിലും പറ്റിയില്ല. അങ്ങനെ അവിടെ നിന്ന് ശരിക്കും ഞങ്ങൾ 1 മണിക്കൂറോളം ആ വെള്ളത്തിൽ നിന്ന് കളിച്ചുവിട്ടു. അത് കഴിഞ്ഞ് റൂമിലേക്ക് കയറി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് കുറച്ചധികം നേരം അവിടെ ഇരുന്നു. കാരണം എല്ലാവരും ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കെന്താന്ന് പുറത്തേക്കൊന്ന് പോവാം. അപ്പോൾ ഇവിടെ മറ്റേ ക്യാരംസ് കളിക്കാനും ഒക്കെയുള്ള സംഭവങ്ങളുണ്ട്. എന്നാൽ റൂമിൽ വെച്ച് വരെ അടച്ചിരിക്കേണ്ടതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകാമെന്നാണ്. അപ്പോൾ ചാക്കോച്ചൻ്റെ സന്തോഷം കണ്ടു, ഭയങ്കര ഹാപ്പി ആയിട്ടോ. മൂപ്പർക്കാണ് ഏറ്റവും വലിയ സന്തോഷം. തൂമും പാച്ചും ഒക്കെ എപ്പോഴും ഔട്ടിങ്ങിന് പോണത്. പ്രത്യേകിച്ച് ഇപ്രാവശ്യം അപ്പയുടെ കൂടെ പാച്ചു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പാച്ചുവിനും അതെ, തോമുവിനും അതെ. തോമു പിന്നെ അപ്പയുടെ കൂടെ ഫുൾ ടൈം ഹബ്ബിലും യാത്രകളിലും വല്ലവരും എയർപോർട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ അവരുടെ കൂടെയൊക്കെ പോകണം. തോമു എപ്പോഴും ചുറ്റടിക്കുന്ന ആളാണ്. ചാക്കോച്ചനെ സംബന്ധിച്ച് എവിടെയെങ്കിലും പോകുമ്പോൾ നേരെ അക്കിയുടെ കൂടെ കൊണ്ടാക്കലാണ് പതിവ്. അപ്പോൾ അത് വിട്ട് മൂപ്പര് അവൻ എന്ത് ചെയ്യണമെന്ന് പിടുത്തുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇനി അവനെ അങ്ങനെ മാറ്റി നിർത്താണ്ട് അവനെയും കൂടി കൊണ്ടുപോയി പതുക്കെ അവന് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവനെ മാറ്റി നിർത്താമെന്ന് പറയുമ്പോൾ എനിക്കാന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടിയുള്ളപ്പോൾ എനിക്ക് ഒരാശ്വാസം. നമ്മൾ പോരുമ്പോൾ ഒന്നും എനിക്കൊരു ടെൻഷനില്ല. പക്ഷേ എപ്പോഴും ഒരാൾ മാറി നിൽക്കുമ്പോൾ, അതായത് പാച്ചുവോ അല്ലെങ്കിൽ തോമുവോ അല്ലെങ്കിൽ പാച്ചു ഒന്നും മാറാൻ അങ്ങനെ നിൽക്കാല്ലേ, ചാക്കോച്ചനാണ് അധിക ഭാഗം.
അങ്ങനെ മാറി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഡോൺ പോകുമ്പോൾ തൂമൂനെ കൊണ്ടുപോയി യാത്ര പോകുമ്പോൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ഇപ്പോഴത്തെ കാലം വളരെ മോശമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, നമ്മളെപ്പോഴും യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് വെറുതെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാം, എന്തായാലും അതിരപ്പള്ളിയല്ലേ, ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഞങ്ങളിതേ മൊത്തം ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാൻ. സംഭവം ഇവിടെ ചായയൊക്കെ ഇട്ടിട്ട് എന്നാലും പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. പക്ഷെ ഒരു രക്ഷയില്ല, എവിടെയും ചായയില്ല കേട്ടോ. അവിടെ കുറച്ച് സ്ഥലത്തെ പോയുള്ളൂ, കുറച്ച് അങ്ങോട്ട് മുന്നിലേക്ക് കയറിപ്പോയുള്ളൂ. അപ്പോൾ അവിടെ ചായയൊന്നുമില്ല. അപ്പോൾ ചേച്ചി പറയായിരുന്നു ചായയൊന്നുമില്ല എന്ന് പറഞ്ഞു. അവസാനം പിന്നെ നല്ല തണുത്തൊരു ഗ്ലാസ് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബോട്ടിൽ പെപ്സിയൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. അപ്പോൾ പാർക്കിംഗ് ഏരിയ തൊട്ടടുത്ത്, അതായത് നമ്മളുടെ ഈ സ്റ്റേഷൻ്റെ നേരെ മുകളിലായിട്ടാണ് പാർക്കിങ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുട്ടികൾക്ക് ഓരോ ലേസൊക്കെ വാങ്ങി അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചിതാ ഇവിടേക്ക് തന്നെ വന്നു. അപ്പോൾ ഇവിടെ 2-3 റൂംസിൽ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു എന്തൊക്കെയോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് തിരിച്ചിവിടെ വന്നു. അപ്പോൾ ധൈര്യമായിട്ട് കുട്ടികളെ ഇറക്കി വിടാം, എവിടേക്കും എന്താ പറയുക, ഒക്കെ നല്ല സേഫായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലം സെലക്ട് ചെയ്തത് കേട്ടോ. പിന്നെ ഇവിടുത്തെ സർവീസ് ആയാലും ഇവിടുത്തെ ഫുഡായാലും എല്ലാതും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അത് എങ്ങനെയുണ്ട് ഏതുണ്ട് എന്ന് പറയണമല്ലോ. വളരെ നല്ല എന്താ പറയുക, അവർ നമ്മളവിടെ നിന്ന് റൂം ബുക്ക് ചെയ്തപ്പോൾ തൊട്ടുള്ള അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ വഴിയിലെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എവിടേക്ക് തിരിയണമെന്ന് പിടുത്തല്ലാണ്ട് എവിടെയോ വെച്ചിട്ട് വഴി മിസ്സായി. മാപ്പ് ഇട്ടിട്ടാണ് വന്നെങ്കിലും എന്തോ ഉണ്ടായി. ഉടനെ അവർ വന്ന് നമ്മളെ പിക്ക് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അതുപോലെ എന്താ പറയുക, അവരുടെ സർവീസ് അപ്പത്തൊട്ട് ഞങ്ങൾക്ക് ഭയങ്കര സമാധാനം. അതുപോലെ ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും ഒരു മടിയില്ലാണ്ട് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ പിള്ളേർസ് കളിക്കണതാട്ടോ. ഡിമ്പിളിങ്ങനെ എറിഞ്ഞ് പറ്റാണ്ടായപ്പോൾ ഞങ്ങൾ കളിയാക്കി, ഞാനും ഡിവൈനും കൂടി. പിന്നെ ഡിവൈൻ ആക്കിയപ്പോഴും ഒരു രക്ഷയില്ല. അങ്ങനെ എന്താ പറയുക, കുറച്ച് നേരം ഞങ്ങൾ പറയായിരുന്നു, കുറച്ച് നേരം അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ആ ടെൻഷൻ അനുഭവിച്ചതിന് മൊത്തം മൈൻഡ് റിലാക്സ് ആയിട്ടോ ഇവിടെ വന്നപ്പോൾ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും നിങ്ങളുടെ കയ്യിൽ അങ്ങനെ പോകാൻ ഉണ്ടായിട്ടല്ലേന്ന്. പക്ഷെ അതല്ല, നമ്മൾ വിചാരിക്കാണ്ട് ചില സമയത്ത് നമ്മൾ പറയില്ലേ, വിചാരിക്കാണ്ട് കുറച്ച് എന്താ പറയുക കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ചില സമയത്ത് അങ്ങനെയാണ്, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അക്കിയുടെ വീട്ടിൽ കറണ്ട് ഇല്ലാണ്ടായതാണ് വന്ന പ്രശ്നം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരെ അവിടേക്കൊന്ന് മാറിയാൽ മതിയാണ്. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ അക്കി വിളിച്ച് പറഞ്ഞ് കറണ്ട് വന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും നമ്മളിവിടെ എത്തിയില്ലേ, ഇനിയിപ്പോൾ സാരില്ല എന്ന് പറഞ്ഞു. കാരണം അല്ലെങ്കിൽ അങ്ങോട്ട് ഒന്ന് മാറിയാലും മതിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മാത്രമാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. കുട്ടികളെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ലേ, വെള്ളമില്ലാത്തപ്പോൾ ഒട്ടും വെള്ളവും വെളിച്ചവും കാറ്റും. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അങ്ങനെ ഞങ്ങളിതാ ഡിന്നർ കഴിക്കാനായിട്ട് ഒക്കെ റെഡിയായി. നല്ല എന്താ പറയുക, ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ 65 പിന്നെ എന്തിട്ടായിരുന്നു ചില്ലി ചിക്കൻ ഇതായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, ചിക്കൻ 65 ഡിവൈൻ പറയായിരുന്നു നല്ല ടേസ്റ്റ്. ഇവർക്ക് സ്വതവേ ഫ്രൈ ആണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് ഫുഡിൻ്റെ. ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കുന്ന ആൾക്കാരെ, ഓരോന്ന് കഴിക്കാനായിട്ട് പറ്റില്ല. 2 പേർക്കും കൂടി ഒരെണ്ണവും പറ്റില്ല. ഞങ്ങൾ 3 പേർക്ക് കൂടി 1, അല്ലെങ്കിൽ 5 പേർക്ക് കൂടി 2, അല്ലെങ്കിൽ 3 അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ രാവിലത്തെ ഷെഫ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഡിവൈൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അവിടെ ചെന്ന് ഷെഫിനോട് എവിടെയാണ് വീട്, എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ച് അപ്പോഴേക്കും ഡിമ്പിളും ഡോണൊക്കെ നടന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വിശേഷം ചോദിച്ചാൽ അപ്പോൾ ഇതാണ് ഈ മോനാണ് ഞങ്ങളെ കൊടുത്തതൊക്കെ. മറ്റേ മോനും ഇവിടെ ഉള്ളത് തന്നെ. അവർ 4 ആളെയാണ് ഞങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഷെഫൊക്കെ നല്ല വർത്താനമൊക്കെ പറയും. അപ്പോൾ നാളെ എന്താ വേണ്ടേ, നമുക്ക് ആവശ്യമുള്ളത് പറയാം. അപ്പോൾ നമ്മൾ പുട്ടും കടലയും മതി എന്ന് പറഞ്ഞു. കാരണം അവർക്കും എളുപ്പം, നമുക്കും അങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ നമ്മളങ്ങനെ ഇന്ന സാധനം എന്ന് പറയുന്ന ആൾക്കാരല്ല. അങ്ങനെ അപ്പോൾ ഡിമ്പിളിനോട് കൂടി ഒന്ന് ചോദിക്കാമെന്ന് പറഞ്ഞാൽ ഡിമ്പിളിനോടും ചോദിച്ചപ്പോൾ ഡിമ്പിളും പറഞ്ഞു അത് മതി, ബ്രെഡും ബട്ടറും ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഇത് ബോയിൽഡ് എഗ്ഗ് എന്താണെന്ന് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്നെ കളിയാക്കുക, നാളത്തെ മമ്മിയുടെ നീ ഇവിടുന്ന് പോയിട്ട് വോയിസ് ഓവർ കൊടുക്കണം. 9 മണിയാകുമ്പോഴേക്കും ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. കാരണം 8 മണിക്ക് ഫുഡ് റെഡിയായി. 8 മണിക്ക് കഴിച്ച് 8:30 കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞ് കുറച്ച് ആ റൂമിലിരുന്ന് കുറച്ച് ഈ റൂമിലിരുന്ന് അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്ക് എക്സ്ട്രാ ബെഡ് 2 റൂമിലേക്ക് കൊണ്ടു തന്നു. കാരണം ഒരു ഫാമിലി കൂട്ടാണല്ലോ കിടക്കുന്നത്.
അപ്പോൾ അതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന തൊട്ട് 2 ബെഡ്. അപ്പോൾ പുതിയ ബെഡ് കിടന്നപ്പോൾ പാച്ചുവിനൊരു കൗതുകം, അവൻ വേഗം അതിൽ വന്ന് കിടന്നു. അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റേ ഷീറ്റും കൊണ്ട് ഡിവൈൻ വന്നോട്ടെ, 2 ഷീറ്റ് ഡിവൈനാണ് പോയിട്ട് വാങ്ങിയത്. അപ്പോൾ സത്യത്തിൽ ഞങ്ങൾ അടുത്ത ആഴ്ച, അതായത് വെള്ളി ശനി ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ തമ്പുരാൻ പറഞ്ഞു ആ ട്രിപ്പിന് പോകണ്ട, നിങ്ങളിപ്പോൾ തൽക്കാലം ഇവിടെ വായു തൊട്ട് നമ്മളെ വിളിക്കുക ചെയ്തേക്കണം. അപ്പോൾ അതാ പറയുന്നത്, നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല തമ്പുരാൻ നടത്തി തരിക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നും പ്ലാൻ ചെയ്യേണ്ട, ഒക്കെ നല്ല രീതിയിൽ തമ്പുരാൻ തന്നെ നടത്തി തരും എന്നുള്ളൊരു വിശ്വാസമാണ്, അതിനനുഭവമാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം. അപ്പം ഞാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.